ആരാ ഈ ചർച്ച നടത്തുന്നത്? നിങ്ങൾ പറഞ്ഞ ചർച്ച നടക്കുകയെന്ന് പറഞ്ഞു. ആരാ ചർച്ച നടത്തുന്നത്? ഈ വിശുദ്ധ ഗ്രന്ഥത്തില് യേശുക്രിസ്തു പറയുന്നുണ്ട്, ജെറുസലത്തിലെ സഹോദരിമാരെ എന്നെ ഓർത്ത് കരയണ്ട, നിങ്ങളെയും നിങ്ങളുടെ മക്കളെ ഓർത്ത് വിപുലിക്കും. അപ്പോൾ ഞങ്ങളെ ഓർത്ത് ആരും കരയണ്ട. കഴിഞ്ഞ ഏതാനും വർഷങ്ങളായി ജോസ് കെ മാണി ഒരു നിലപാടെടുക്കും, അല്ലെങ്കിൽ ജോസ് കെ മാണി കഴിഞ്ഞ 6 മാസക്കാലത്തിന്റെ ഇടയ്ക്ക് നമുക്കറിയാം ആ കേരള കോൺഗ്രസ് എന്ത് നിലപാടെടുക്കും, എന്തായിരിക്കും ഇനി എടുക്കാൻ പോകുന്ന നിലപാട് എന്ന് പറഞ്ഞ് നിരന്തരമായ ചർച്ചകൾ നടക്കുകയാണ് അല്ലേ? എവിടെയെങ്കിലും ചർച്ച നടത്തിയിട്ടുണ്ടോ? ഇല്ല. പക്ഷെ ഒരു കാര്യം വളരെ വ്യക്തമാണ്. ഇപ്പൊ ഈ ചർച്ച വന്നത് എന്തിനാ? ഞാന് ദുബായിലുള്ള എന്റെ ഒരു സുഹൃത്തിനെ, എന്റെ പിതാവിന്റെ ഏറ്റവും അടുത്ത സുഹൃത്ത് ICUവിൽ ക്രിട്ടിക്കലായിട്ട് കിടക്കുന്നു. അദ്ദേഹത്തിനെ കാണാൻ ഞാൻ എന്റെ കുടുംബവുമായിട്ട് അവിടെ പോയി. അപ്പോൾ ഈ പറയുന്ന ഇടതുപക്ഷത്തിന്റെ ആ ചടങ്ങിൽ എനിക്ക് പങ്കെടുക്കാൻ കഴിഞ്ഞില്ല. അങ്ങനെ വരുമ്പോൾ ഉത്തരവാദിത്തപ്പെട്ട ആളുകളെ ഞാനത് അറിയിക്കുകയും മുഖ്യമന്ത്രിയെയും ഞാൻ അറിയിക്കുകയും ചെയ്തു. മാത്രമല്ല 5 കേരള കോൺഗ്രസ് പാർട്ടിയുടെ 5 MLA-മാരും അവിടെ പോവുകയുണ്ടായി. അവിടെ പോയി അതിൽ പങ്കെടുത്തു. മുഴുവൻ MLA-മാരും പങ്കെടുത്തു. അപ്പോൾ ഞാൻ എവിടെയെങ്കിലും അങ്ങനെ പോകുമ്പോൾ അത് മുഴുവൻ ചെന്നെങ്കിൽ പബ്ലിക്കെ അറിയിച്ച് പോകണമെന്ന് അതെനിക്ക് സാധിക്കുന്നതല്ല. അപ്പോൾ ഒരു കാര്യം വളരെ വ്യക്തമാണ്, അതിനകത്ത് കേരള കോൺഗ്രസ് എവിടെയുണ്ടോ അവിടെ ഭരണം ഉണ്ടാവും എന്നുള്ളതിന് വളരെ വ്യക്തമാണ് അല്ലേ? അത് തീർച്ചയായിട്ടും കേരള കോൺഗ്രസ് എടുത്ത നിലപാട് ഞാൻ എത്രയോ ഘട്ടത്തിൽ പറഞ്ഞു. കേരള കോൺഗ്രസിന് ഒറ്റ നിലപാടേ ഉള്ളൂ, ആ നിലപാട് ഇടതുപക്ഷത്തിനോടൊപ്പമാണ് എന്ന് ഞാൻ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. പിന്നെ എല്ലാ ദിവസവും രാവിലെ വന്ന മാധ്യമങ്ങളോട് എനിക്ക് പറയാൻ പറ്റുമോ? ഓരോ പ്രാവശ്യവും ആരെങ്കിലും ഒരാൾ അയ്യോ കേരള കോൺഗ്രസ് അതിന്റെ വിടുന്നു, കേരള കോൺഗ്രസ് അപ്പുറത്ത് ചർച്ച നടത്തുന്നു എന്നൊക്കെ പറയുമ്പം എനിക്ക് എല്ലാ ദിവസവും വന്ന് ഞാൻ ഇവിടെയാണെന്ന് പറഞ്ഞുകൊണ്ടിരിക്കാൻ എനിക്ക് പറ്റുമോ? ഇല്ല. കേരള കോൺഗ്രസിന്റെ നിലപാട് ഉറച്ചതാണ്. യാതൊരു ഭൂരിപക്ഷം UDF-നുണ്ടായിരുന്നു. നിയമസഭാ മണ്ഡലങ്ങൾ ഇപ്പൊ അത് 80 അപ്പൊ തീർച്ചയായും അതുമായി ബന്ധപ്പെട്ട് വലിയ ആശങ്ക മറ്റു സ്ഥലങ്ങളിൽ ഉണ്ടാകും. അപ്പൊ അതുകൊണ്ട് ഞങ്ങൾ എങ്ങാണ്ട് അങ്ങോട്ട് മാറി ഇങ്ങോട്ട് മാറി എന്നുള്ള ചർച്ചയ്ക്ക് എന്താണ് പ്രസക്തി? ഒരു പ്രസക്തി ആര് പറഞ്ഞു? മുന്നണി യോഗത്തിൽ ആരെങ്കിലും കേരള കോൺഗ്രസ് റെപ്രസെന്റേറ്റീവ് വേണമെന്നുള്ളതാണ്. എല്ലാ മുന്നണി യോഗത്തിൽ ഞാൻ പങ്കെടുത്തിട്ടുണ്ടോ? പാർലമെന്റ് ഉള്ളപ്പോൾ ഞാൻ പങ്കെടുത്തിട്ടില്ലല്ലോ. അവിടെ സ്റ്റീഫൻ ജോർജ് ഉണ്ടായിരുന്നല്ലോ, അവിടെ ഞങ്ങളുടെ ആൾക്കാരുണ്ടായിരുന്നല്ലോ, അതുമായിട്ട് ചർച്ചകൾ നടത്തിയിട്ടുണ്ടല്ലോ. ഈ നിയമസഭ ഈ ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുള്ള അന്നത്തെ റിസൾട്ട് വന്നതിന് ശേഷം ആദ്യത്തെ LDF യോഗത്തിലും അവിടെ വിലയിരുത്തുകയും നമ്മുടെ നിലപാടുകളും എന്താണ് ഉണ്ടായതും ഒക്കെ ഞങ്ങൾ ചർച്ച ചെയ്തിട്ടുണ്ട്. ഏറ്റവും സീനിയറായ ജയകുമാറിന് എന്തിനാ ചർച്ച നടത്തണം? അല്ല, ഞാൻ പറഞ്ഞ അവിടുന്ന് ഇങ്ങോട്ട് ചർച്ച ചെയ്തിട്ടുണ്ട്. എപ്പോഴും അവിടുന്ന് പല സ്ഥലങ്ങളിൽ നിന്നുള്ള ഒരു കോൾ വരുന്നുണ്ടല്ലോ എന്ന് പറഞ്ഞാൽ എല്ലാ സ്ഥലത്തിനും വരണം എന്ന് പലരും പറയുന്നുണ്ടല്ലോ. മനസ്സിലായിട്ട് അപ്പോൾ അതുകൊണ്ട് അത് പറഞ്ഞുകൊണ്ട് ഞങ്ങൾ എന്തെങ്കിലും കുറ്റക്കാരാണോ? അപ്പൊ ആരെങ്കിലും കേരള കോൺഗ്രസിനെ വരണം, ഒരു മുന്നണിയിലേക്ക് വരണം, ചിലപ്പോൾ അത് BJP-യിലേക്ക് ആയിരിക്കും, അല്ലെ കോൺഗ്രസ് UDF-ലേക്ക് ആയിരിക്കും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ എന്തിനാ കുറ്റപ്പെടുത്തുന്നേ? ഞങ്ങൾക്ക് സ്വാതന്ത്ര്യം ഉള്ളത് കൊണ്ടല്ലേ, അല്ലെങ്കിൽ ഞങ്ങൾക്ക് അതിനുള്ള ബലം ഉള്ളത് കൊണ്ടല്ലേ, പ്രാധാന്യം ഉള്ളത് കൊണ്ടല്ലേ. നേതാക്കൾക്ക് വ്യത്യസ്ത അഭിപ്രായമുണ്ടോ? UDF-ലേക്ക് പോകേണ്ട ഒരു രാഷ്ട്രീയ സംവിധാനത്തിനകത്ത് പലപ്പോഴും പല അഭിപ്രായങ്ങൾ കാണും. പക്ഷെ ഫൈനലായിട്ട് പാർട്ടിയുടെ അഭിപ്രായം ഇവിടെ നിലനിൽക്കുക എന്നുള്ളതാണ്. ഇവിടെ വ്യത്യസ്ത അഭിപ്രായം ഏത് രാഷ്ട്രീയ പ്രസ്ഥാനത്തിലെ വ്യത്യാസ അഭിപ്രായം ഇല്ലാത്തത്. ചർച്ച ചെയ്യുമ്പോൾ പല അഭിപ്രായങ്ങൾ വരും. ഇപ്പോൾ ഈ പറയുന്ന ഈ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് അതിനെ വിലയിരുത്തുമ്പോൾ പല അഭിപ്രായങ്ങൾ വരും. ആ പല അഭിപ്രായങ്ങളും അതിനെ ക്രോഡീകരിച്ച് പാർട്ടിക്ക് ഒരു തീരുമാനമുണ്ട്, ആ തീരുമാനം അനുസരിച്ച് പോകും. പാർട്ടിക്കകത്തൊരു ഭിന്നത സൃഷ്ടിക്കാൻ വേണ്ടിയുള്ളതാണോ ഇപ്പോഴും പുറത്തു വരുന്ന ഈ വാർത്തകളൊക്കെ? പാർട്ടിക്കകത്തൊരു ഭിന്നതയുണ്ട്. നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? പാർട്ടി ഒരു തീരുമാനമെടുത്ത എല്ലാ 5 MLA-മാരും എല്ലാവരും അതിന്റെ കൂടെ നിൽക്കും. ഒരു സംശയമില്ല. വ്യത്യസ്തമായി ഏത് അഭിപ്രായം? ഇപ്പൊ നേരത്തെ പറഞ്ഞില്ലേ 2 അഭിപ്രായം. അഭിപ്രായം എല്ലാവർക്കും ഇല്ലേ? അഭിപ്രായം ഈ പറയുന്ന പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ അഭിപ്രായവും ഇല്ലേ? അവിടുത്തെ UDF-നകത്ത് അഭിപ്രായം ഇല്ലേ? അതിനകത്ത് LDF-നകത്ത് അഭിപ്രായം ഇല്ലേ? LDF കൂടുമ്പോൾ പല അഭിപ്രായങ്ങൾ വരും.
എന്ന് പറഞ്ഞാൽ എന്താ? LDF-നകത്തിരിക്കുമ്പോൾ എല്ലാം നല്ലതാണെന്ന് പറഞ്ഞുകൊണ്ട് പോകാനാണോ? അല്ലല്ലോ. UDF-നകത്തിരിക്കുമ്പോൾ എല്ലാം നല്ലതാണ്, നിങ്ങൾ ചെയ്തതെല്ലാം നല്ലതാണ്, ഘടകകക്ഷികളെല്ലാം പറഞ്ഞു പോകുന്നതാണോ നല്ലത്? അതിനകത്ത് ഒരു ഹെൽത്തി ഡിസ്കഷൻ നടക്കും. അതിനെന്നാ കുഴപ്പം? പാർട്ടിക്കുള്ളിലെ വിമർശനങ്ങൾ ചർച്ചകളാണ് അതെല്ലാം. അല്ല, പാർട്ടിക്കുള്ളിലെ ചർച്ച എന്നല്ലല്ലോ. പാർട്ടിക്കുള്ളക്കകത്ത് ഇപ്പൊ നമ്മള് മീറ്റിംഗ് കൂടാൻ പോകുന്നു, പല കാര്യങ്ങൾ ചർച്ച ചെയ്യും. അതിനകത്ത് ഈ പറയുന്ന മുന്നണി മാറ്റം അല്ലല്ലോ. അതിനകത്ത് പല കാര്യങ്ങൾ എങ്ങനെയാണ് ഇതുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോകേണ്ടത്, പാർട്ടിയെ ശക്തിപ്പെടുത്തേണ്ടത് എങ്ങനെയാണെന്നുള്ളതാണ്. ജാഥയുടെ ക്യാപ്റ്റൻ ജോസ് കെ മാണി തന്നെ ആയിരിക്കും. പക്ഷെ ഞാൻ ചില കാര്യങ്ങൾ സൂചിപ്പിച്ചിരുന്നു. ഈ പറയുന്ന നീണ്ട ദിവസങ്ങളുള്ളത് കൊണ്ട് അതിനകത്ത് പാർലമെന്റ് ഉണ്ട്, ബഡ്ജറ്റ് ഉണ്ട്. അവിടെ ചില ദിവസങ്ങൾ ചിലപ്പോൾ ചില നീക്കുപോക്കുകൾ നടത്തേണ്ടി വരുമായിരിക്കാം എന്നുള്ളത് ഞാൻ പറഞ്ഞത്. അത് സത്യമാണ്. എന്തുകൊണ്ട് അതിനകത്താണ്. അപ്പൊ ക്യാപ്റ്റൻ ഞാൻ തന്നെ ആയിരിക്കും. ഒരു കാര്യം, ജോസ് കെ മാണി ഈ സോണിയാഗാന്ധിയോട് സംസാരിക്കുകയും ചെയ്തിരുന്നു. അങ്ങനെ എന്തെങ്കിലും ഒരു സംഭവം? അല്ല, അങ്ങനെ സംഭവം ഉണ്ടെങ്കിൽ നിങ്ങൾ പറ. അതല്ലേ നിങ്ങൾ അതല്ല വാർത്ത വന്നത് നിങ്ങളിൽ നിന്നാ വന്നത്. നിങ്ങൾ പറ, എവിടെ വെച്ച്, എപ്പോഴാണ്, എങ്ങനെയാണ്? എന്നാലല്ലേ എനിക്ക് പറയുന്നത്. നാളെ ഇപ്പൊ അമേരിക്കൻ പ്രസിഡന്റിനോട് നിങ്ങൾ ചർച്ച നടത്തിയോ എന്ന് ചോദിച്ചാൽ ഞാൻ എവിടെ പോയി തെളിയിക്കാനാ? ഇല്ല എന്നല്ലേ എനിക്ക് പറയാൻ പറ്റൂ. അല്ല, ഞങ്ങൾക്ക് ശക്തിയുള്ളത് കൊണ്ടാണ്. ഞാൻ ഒറ്റ കാര്യം, കേരള കോൺഗ്രസ് എം എവിടെയുണ്ടോ അവിടെ ആയിരിക്കും ഭരണമുള്ളത്. ഞങ്ങൾക്ക് ശക്തിയുള്ളത് കൊണ്ട് തന്നെയാണ്. ഞങ്ങൾക്ക് ഒറ്റ നിലപാടേ ഉള്ളൂ. ആ നിലപാട് ഉറച്ചതാണ്. കേരള കോൺഗ്രസ് പാർട്ടി നേതൃത്വം ഏത് തീരുമാനമെടുക്കുന്നോ ആ തീരുമാനത്തിനോടൊപ്പം മുഴുവൻ 5 MLA-മാരും ഉണ്ടാവും. കേരള കോൺഗ്രസ് എം എവിടെയുണ്ടോ അവിടെ ഭരണം ഉണ്ടെന്ന് ഇപ്പോ ഉള്ളത് എവിടെയാ? ഇവിടെ തന്നെയുണ്ട്. പിന്നെ ഒരു കാര്യമുള്ളത്, കേരള കോൺഗ്രസ് 5 വർഷക്കാലം മുമ്പ് എടുത്ത ഒരു നിലപാട് ഒരു മാറ്റവും ഉണ്ടായിട്ടില്ല. കേരള കോൺഗ്രസ് പാർട്ടി 5 വർഷക്കാലം മുമ്പ് ഞങ്ങളെ പുറത്താക്കുക, UDF പുറത്താക്കുക ചെയ്തത്. പുറത്താക്കിയതിനു ശേഷം ഞങ്ങൾ ഇടതുപക്ഷത്തിനോടൊപ്പം ഒരു നിലപാടെടുക്കും. ആ നിലപാട് ഉറച്ചതാണ്. ഞാൻ എപ്പോഴും പറഞ്ഞു ഞങ്ങൾ ഹാപ്പിയാണ്. അല്ലാതെ ഈ കഴിഞ്ഞ 5 വർഷക്കാലം ജോസ് കെ മാണി നിലപാട് അല്പം വെള്ളം ചേർത്തത് എവിടെയേലും ഉണ്ടെന്ന് പറയാമോ? എവിടെയേലും എന്റെ സംസാരത്തിലോ എന്റെ ഇടപെടലോ അല്ലെങ്കിൽ അവിടെ ചെയ്തു ഇവിടെ ചെയ്തു ഇപ്പൊ അപ്പുറത്ത് ചർച്ച ചെയ്തു എന്ന് പറഞ്ഞു എവിടെയേലും ഉണ്ടോ? നിങ്ങൾ ചൂണ്ടിക്കാണിക്കുക. ഒരു കാരണം കണ്ടെത്താൻ കഴിയാത്തതാണ് കേരള കോൺഗ്രസ്. കാരണം എന്തിനാ? എന്തെങ്കിലും ചെയ്യണമെന്നുണ്ടെങ്കിൽ കാരണം വേണം. ഞങ്ങൾ പാർട്ടി തീരുമാനിച്ചെന്ന് പറഞ്ഞു പോയാൽ പോലെ. വ്യാജ വാർത്തകൾക്ക് പിറകിൽ എന്തെങ്കിലും ദുരൂഹതയുണ്ടോ? ഈ പുതിയ കനോമിക് സിദ്ധാന്തമൊക്കെ ഉണ്ടല്ലോ, ഇത്തരം വ്യാജ വാർത്തകൾക്ക് പിന്നിൽ എന്തെങ്കിലും പുള്ളിയാണോ വ്യാജ വാർത്ത ഉണ്ടാക്കിയത്? അത് അങ്ങനെയാണല്ലോ നിങ്ങൾ പറയുന്നത്. അങ്ങനെയാണെങ്കിൽ അത് കോൺഗ്രസിനോട് ചോദിക്കണം. അതെ, കോൺഗ്രസിന്റെ കേരള കോൺഗ്രസ് ഒന്നിക്കണമെന്നൊരു ആഗ്രഹമില്ലേ? സഭ ഒരു കാരണവശാലും രാഷ്ട്രീയത്തിൽ ഇടപെടാറില്ല. സഭ ചില വിഷയങ്ങൾ ഏറ്റെടുക്കുമായിരിക്കും, സോഷ്യൽ ഇഷ്യൂസ്, ജനകീയ വിഷയങ്ങൾ. ആ വിഷയങ്ങളൊക്കെ ഞങ്ങൾ ചിലപ്പോൾ ഏത് കോമൺ ഇഷ്യൂ ആയിരിക്കും ഞങ്ങൾ ഏറ്റെടുക്കാറുണ്ട്. പറഞ്ഞ മനസ്സിലായില്ല. പക്ഷെ കഴിഞ്ഞ 2-3 ദിവസക്കാലമായിട്ട് ഞാൻ കാണുന്നുണ്ട് കേരള കോൺഗ്രസിനോടുള്ള കട്ടയ്ക്കുള്ള ഒരു കലിപ്പ്. അത് വെറും അസൂയം കൊണ്ട് മാത്രമാണ്. ആ ഒരുക്കെ ചിലവരൊക്കെ ഞങ്ങളുടെ ജാതകം തന്നെ എഴുതി വെച്ചിട്ടുണ്ട്. അതൊക്കെ കയ്യിലിരിക്കട്ടെ. ഇന്നലത്തെ ഫേസ്ബുക്ക് പോസ്റ്റ് അതിനകത്തൊരു കൺഫ്യൂഷൻ ഞാൻ എവിടെ ഇല്ലായിരുന്നല്ലോ, വിദേശത്തായിരുന്നു, പോസ്റ്റ് ഇട്ടു. അതിനകത്ത് കണ്ടന്റിൽ എന്തെങ്കിലും അടിസ്ഥാനപരമായി എന്തെങ്കിലും തെറ്റുണ്ടോ? അവിടെ ഒന്നുകൂടെ ക്ലാരിറ്റി വരുത്തി എന്നല്ലേ ഉള്ളൂ. അത് ഒരു അതിനുള്ള സ്വാതന്ത്ര്യം എനിക്കില്ലേ? എനിക്കുണ്ട്. ഏത്? അതല്ല ഇതല്ലേ പറഞ്ഞു. 1947 ഇന്ത്യക്ക് ഓഗസ്റ്റ് 15 സ്വാതന്ത്ര്യം കിട്ടി. അത് എഴുതും. അതിനെന്നാ? അത് തുടരുകയല്ലേ? അതിന് സംശയം എന്നാ? ഓരോരുത്തർക്കും ഓരോരുത്തർ സ്വാതന്ത്ര്യം ഉണ്ട്. അത് എഴുതും.